രാവിലെ തന്നെ നല്ലതാക്കില്ല. എന്താടാ സ്പെഷ്യൽ? എന്താടാ അവിടെ? എന്താടാ ബ്രെഡ് ഉണ്ട്, എന്താ വത്തക്കൊക്കെ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക്. അപ്പം രാവിലെ തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൽക്കം ടു ഗോവ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ കുറച്ച് ഗോവയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ ഇവിടുന്ന് ഒരു വണ്ടി റെൻറ്റിന് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മളെ റിസോർട്ടിന് നേരെ മുമ്പ് തന്നെയാണ് എന്താ പറയുക വണ്ടി കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നേരെ വണ്ടി വെക്കാൻ പോവാം. പിന്നെ ചെക്കന്മാരൊക്കെ അങ്ങോട്ട് പോയിക്കണ്. ഇവിടെ ഇപ്പോൾ നമ്മളെ റൂം അലങ്കോലമായി കിടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ആകെ ഉള്ളത് ആഷിക്കാണ്. ആഷിക്ക ഈ റൂം കൂട്ടി തരില്ല, ഞാൻ അങ്ങോട്ട് പോട്ടെ കേട്ടോ. ആഷിക്ക വരില്ലേ? അപ്പോൾ രാവിലെ നമുക്ക് ചുറ്റിപ്പാക്കാം. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഏരിയ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ബാക്ക് സൈഡിലാണ് നമ്മൾ റൂം ഇവിടെയൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എൻട്രൻസിലേക്ക് നമുക്ക് പോവാം. കുഴപ്പമില്ലാത്ത റിസോർട്ടാണെന്ന് പറയാം. റിസോർട്ട് എന്നല്ല ഒരു ഇത്. അപ്പോൾ പിന്നെ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് ബൈക്ക് റെൻറ്റിനുള്ളത്. പുറത്ത് പശു കാര്യങ്ങളൊക്കെ ഉണ്ട്. പശുവാണോ പുറത്താണോ അല്ല, ഇതാ ഇവിടെ ആണ് ബൈക്ക്. ബൈക്ക് റെന്റ്. അവിടെ കുറേ വണ്ടികളുണ്ട് കേട്ടോ. ഇതിലേതെങ്കിലുമൊക്കെ ഒരു വണ്ടി, 2 വണ്ടി നമ്മളിന്ന് എടുക്കുന്നുണ്ടാവും. ഈ കാണുന്ന റിസോർട്ടിലാണ് നമ്മൾ ഇന്ന് രാവിലെ വന്ന് സ്റ്റേ അടിച്ചത്. പിന്നെ കുറേ ഉണ്ട്. റിസോർട്ട് വലിയ റിസോർട്ടാണ്. പൂളുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൂളിലേക്ക് പോകും. പക്ഷേ വേറെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പൂളൊക്കെ അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഇവിടുന്ന് ഒരു 10, 11, 12 മണി ആകുമ്പോഴത്തേന് നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബീച്ച് സൈഡിലേക്ക് പോകണം. എടാ ഇവിടുത്തെ ബീച്ചിൻ്റെ പേരെന്ത് എനിക്കൊന്നും അറിയില്ല. മെയിൻ ബീച്ചുകൾ പറയും. അതിലിപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഏത് ബീച്ചിലേക്കാണ് പോകണത്? ഫസ്റ്റ് അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത്. എന്തായാലും അവിടെ പോയി നമുക്ക് ഹായ് പറയുക. ഹായ്. ഒരു പൈതലൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഫൈമ ട്രൗസറൊക്കെ ഇട്ടിട്ടുണ്ട്. ഫൈമ എന്താ പറയുന്നത്? ഏത് വണ്ടി എടുക്കണേ ഫൈമ? ഓ ബെൻസ്. ഇവിടെ ഈ വീഡിയോയിൽ ബെൻസില്ലേ, നല്ല കഥയായി. പിന്നെ ഇപ്പം പറയുകയാണെങ്കിൽ ഇവിടെ നല്ല തണലൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. തണുപ്പ് കുഴപ്പമില്ല, ഒരു നോർമൽ ചൂട്. നമ്മളെ കാണും കൂടി ഇല്ല എൻ്റെ ഒത്തുണ്ട്. നമുക്ക് അപ്പോൾ ഒരു പാഷനോയും ഒരു ആക്റ്റീവ് ആണ് കിട്ടിയിരിക്കണത്. ആക്റ്റീവ് മൈലേജ് ഉണ്ടോ ഉള്ള കാര്യമൊന്നും അറിയില്ല. വീക്കെൻഡ് അതിനെ കൊണ്ടാണ്. ഏതാ ഏനാ? താക്കോല് നമ്മൾ പറയണേ. അടാ നമ്പർ പ്ലേറ്റ് ഉണ്ടോ? അടാ നമ്പർ പ്ലേറ്റ് രണ്ടിലാണ്. അപ്പൊ സീനില്ല. ഓക്കെ. അപ്പൊ ഷർട്ടൊക്കെ മാറ്റി കുട്ടപ്പനായി വന്നിക്കണം കേട്ടോ. ഏതാ? ഇതാണ്. എടാ അതൊന്നും ഇങ്ങോട്ട് ഒതുക്കിടാ. നമ്മളെ അണ്ണൻ വണ്ടി മുമ്പോട്ട് വെച്ച് കണ്ട്. ഇതൊക്കെ ഉള്ളു വാട്ടർ സർവീസ് ചെയ്യണല്ലോ. അതന്നെ. എടാ ദാൻഷാ ഇതിലെ ഹെൽമെറ്റ് ഉണ്ടോ നോക്കിയോ? ഓക്കെ. എന്തായാലും വണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കിയിട്ടാളാ. ഓക്കെ. ഞാനെന്തായാലും റൂമിൽ കയറണം. പോത്ത കഥ എന്താ പറയുക, ഗോവമ്പോട്ട്.
ഇവനോട് ചാവി വെക്ക്. ആരോട്? എടാ താക്കോലുണ്ടാ? ആരെയില്ല, ഇവന്റെ ഇല്ല. ഓക്കെ, നമുക്ക് റിസോർട്ടിന്റെ അപ്പുറത്തെ സൈഡ് നോക്കട്ടോ. ടൈമിൽ ഓഫറൊക്കെ ഉണ്ട്. അങ്ങനല്ല, ഒന്നും കൂടി ഉണ്ടാവല്ലോ. ഇനിയുണ്ടോ? ഇനിയുണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കഴിഞ്ഞു തോന്നുന്നു. ഇത്ര ഉള്ളൂ. അവിടെ തന്നെയല്ലേ റൂം, ഒരു വൃത്തിയുള്ള മാതിരി. പിന്നെ ഏത് ആ പേഴ്സിലേക്ക് വെച്ചോ, അല്ല വെക്കാം. ഇവിടുത്തെ സീൻ എന്താ അറിയോ, ഇതിന്റെ ഒക്കെ ലോക്ക് ഇത് കുടുങ്ങി. ഒരു വട്ടം കുടുങ്ങിയിട്ടേ ഇതിങ്ങനെ തുറക്കണം. ഇതൊരു വട്ടം കുടുങ്ങിയിട്ട് അവിടുന്ന് സ്പെയർ കീ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. പിന്നെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ആകെ അലമ്പാ. പിന്നെ ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പൂളുണ്ട്. ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടിപ്പോൾ ഈ പൂളിക്ക് വരണോ കുളിക്കാൻ. ഹലോ ബായ്, ഇതാണ് പൂള്. ചെക്കന്മാരൊക്കെ ആയിട്ട് നേരെ ഈ പൂളിക്ക് എന്തായാലും വരണോ. പിന്നെ റിസോർട്ട് കുഴപ്പമില്ല, സെറ്റ് റിസോർട്ടാണ്. ഇതിപ്പോൾ നമ്മളൊരു ട്രക്കേഴ്സ് ക്ലാനോ അങ്ങനെ എന്തോ പേരുള്ള ഒരു പാക്കേജിൻ്റെ ടീമുണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആരെങ്കിലും ഗോവ കയറുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു ഇതാണത്. ഇപ്പോൾ റിസോർട്ട് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. പെർ ഹെഡ് ഒരാൾക്ക് വരുന്നത് 3500 കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. പിന്നെ എന്താണ്, കുഴപ്പമില്ലാത്ത റൂം കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ സീസൺ സമയത്ത് റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 3500 ആ റേഞ്ചിലൊക്കെയാണ് ഒരാൾക്ക് വരുന്നത്. പിന്നെ ഇപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ പറയാനുള്ളത്, നമുക്ക് റിസോർട്ട് മൊത്തത്തിൽ ഒന്ന് ചുറ്റി കാണാം. പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നേരെ പുള്ളിലേക്ക് ചാടാൻ വേണ്ടിയിട്ട് വരൂ. അപ്പോൾ ചെക്കന്മാരൊക്കെ ഉണ്ട് അവിടെ, ഞാൻ പറയാം. പിന്നെ ആകെ പ്രശ്നം ഒരു ചിപ്പ് കാര്യങ്ങളും ഇവിടെ അല്ല. സെറ്റ് റിസോർട്ടാണ്, കുഴപ്പമില്ല, നല്ല റിസോർട്ടാണ്. ഇവിടുന്ന് ഇനിയിപ്പോൾ ബീച്ചിക്ക് ഇവിടെ അടുത്തുള്ള ബീച്ച് നേരത്തെ ദാഞ്ചു പറഞ്ഞ് അഞ്ജന ബീച്ചാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് പോകണം. പക്ഷെ അവിടെ കുറേ ഇതുണ്ട് കേട്ടോ, കാര്യങ്ങളുണ്ട്. പൂളിലേക്ക് ഇറങ്ങണമെങ്കിൽ ആദ്യം ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയിട്ട് വേണം പൂളിലേക്ക് ഇറങ്ങാൻ എന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, ഉണ്ടോ പൂളിലുള്ള കാര്യങ്ങളൊക്കെയാണ്. റൂമുകൾ ഓരോ കാര്യങ്ങൾ മൊത്തത്തിൽ ഒരു അടിപൊളി സെറ്റപ്പ് ആണ്. എന്തായാലും ഇത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ആൻഡ് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, ബാക്കി പിന്നെ നമുക്ക് ചോദിച്ച് പറയാം. വേറൊരു കാര്യം, നമ്മളെ ഈ ചാനലിൽ പ്രോപ്പറായിട്ട് വ്ളോഗ് ചെയ്തിട്ട് ഏകദേശം ഒരു 4 കൊല്ലത്തിൻ്റെ അടുത്തെങ്ങാണ്ട് ആയിക്കണ്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ഇതിൽ പറയാൻ പറ്റുമെന്ന് അറിയില്ല. കുഴപ്പമില്ല, എന്നാലും നമുക്ക് വയ്യ നമുക്ക് പറയാം. പിന്നെ മെയിനായിട്ട് ഇപ്പം ഓരോ കാര്യങ്ങളുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് ഓരോരുത്തർക്ക് പേഴ്സണൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാണല്ലോ. അങ്ങനത്തെ ഓരോതൊക്കെ ആയിട്ട് ചെക്കന്മാർ ഫുള്ളും മാറ്റുന്നതായിരിക്കില്ല പൂളിലേക്ക് ഇറങ്ങുള്ളത്. ഓക്കെ, കുഴപ്പമില്ല. ഞാനങ്ങനെ ചെയ്യും. ആശിക്കതാ നേരത്തെ ഷർട്ടൊക്കെ ഇട്ടേ മാറ്റിപ്പോ ഞാൻ ഇറങ്ങല്ലേ, പൂളിക്ക് ഇറങ്ങല്ലേ. ഗിംബല് തട്ടോ മുത്ത, നമ്മൾ ആശിക്കിന്റെ സാധനമാണ്. എന്താണ്? അപ്പൊ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്ന് രാവിലെ ഇതാ കുറച്ച് ലേറ്റായി പോയി എണീക്കാന്. മച്ചന്മാരിതാ ചെക്കന്മാര് രാവിലെ തന്നെ നല്ല തട്ടില്ല. എന്താടാ സ്പെഷ്യൽ? എന്താടാ അവിടെ? എന്താടാ? ബ്രെഡ് ഉണ്ട്, എന്താ വത്തക്കൊക്കെ. എന്താണ്? ഗുൽച്ച. ആശിക്കത് എന്താ? ഇതെന്താ മിച്ചറോ? എന്തായാലും ഞാൻ എന്തായാലും ഫുഡ് എടുത്ത് തരാം. വത്തക്ക ഉണ്ട്, ബ്രെഡ് ഉണ്ട്. ഇതെന്താ താനോ? പത്തിരിയോ? വട ഉണ്ട്. ഓ കോഴിമുണ്ട പ്രോട്ടീൻ. ഇത് നിറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്താക്കട്ടെ, ഫുഡ് കഴിക്കട്ടെ. പ്ലേറ്റ് അവിടെ. ബ്രെഡ് ചൂടാക്കാൻ വേണ്ടി കൊടുത്തില്ലേ, അപ്പം അത് കിട്ടണവരെ വെയിറ്റ് ആക്കണം. പിന്നെ ഇതാണ് ഇന്നത്തെ ഫുഡ്. ഓംപ്ലേറ്റ്, വത്തക്ക, ബ്രെഡ്. ഭായിമാരൊക്കെ ഉണ്ട് അവിടെ. കിച്ചണിലുള്ള സ്റ്റാഫൊക്കെ. പിന്നെ
ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ടുതരും. ബൈ നാം പോലോ ബബ്ലു. यहाँ से गोवा से कहाँ से? ഒഡീസ. ചെങ്ങായി ഒഡീഷയിലുള്ളതാണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫാണ്, കുക്കിംഗ് സ്റ്റാഫ്. താങ്ക് യു. അപ്പോൾ 2 സാധനങ്ങൾ കിട്ടിയിരുന്നു. പിന്നെ ബാക്കി അപ്പം ഇതാണ് ഇന്നത്തെ ഫുഡ്. ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കണം കേട്ടോ. ഇത് വലിയ ആർഭാടായിട്ടൊന്നുമല്ല. ഭയങ്കര വെയിലാണ് അവിടെ. ഗ്ലാസ് ഒന്നും വെക്കാതെ പുറത്തെടുക്കാനായില്ല. ഭയങ്കര സീന. എന്താടാ പ്രശ്നം? ഫൈമ സുന്ദരനായിക്കണല്ലോ ഒന്ന്. എടുത്ത് വാച്ചിക്ക് പോയി. ഫൈമ അവിടെ എങ്ങനത്തെ കാര്യങ്ങൾ, പമ്പ് കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയാന്ന് അന്വേഷിക്കുന്നുണ്ട്. നമ്മളെ ചെക്ക റെഡിയായി. ചെക്കാറില്ലേ? ബൈ. അപ്പം എനിക്ക് ഡ്രസ് റെഡിയാണ്. പശുവിനൊക്കെ എടുത്തിക്കണടാ. പശു ഒരു സീനില്ല. ഇതില്ലേ ഇവിടെ ഓക്കെ. എന്താടാ ഇവിടുന്നാണ് കേട്ടോ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചത്. ഇവിടുന്നാണ് നമ്മൾ വണ്ടി റെന്റിനെടുത്ത്. ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. പിന്നെ അയ്യോ കുഴപ്പം. ഇത് ഏതാടാ ചാമുണ്ടികൾക്ക് കൂടെ ഒക്കെ പോണ റോഡ് ഒരേ പൊളിയാണല്ലോ. ഫുൾ പൊളി, കുണ്ടും കുയ്യാണ് മൊത്തത്തില്. റോഡ് കണ്ടിട്ട് ഉസ്മാഖാന്റെ പെരേക്കുള്ള വയ്യായിട്ടുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ ജബ്ബാറിന്റെ സുലൈമാന്റെ പെരക്ക് എത്തുന്ന തോന്നുന്നത്. തമിഴ്നാട്ടിലൊക്കെ പോയ മാതിരിണ്ട്. തമിഴ്നാട്ടില് എന്താ പറയാ, നമ്മളെ പൊള്ളാച്ചി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയ മാതിരി. ഫുള്ള് ഇതെന്താ നെല്ലാണോ വയലാണെന്ന് തോന്നുന്നത്. പിന്നെ വീണ്ടും ഏതോ ഒരു പമ്പ് കിട്ടും. അവിടെ ഒരു പമ്പ് കാണുന്നുണ്ട്. മാർക്കറ്റൊക്കെ എത്തി. ചക്കുംകട അങ്ങാടി മിട്ടുബായി ഇവരൊക്കെ പമ്പില് തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് പമ്പില്. ബാക്കിൽ വണ്ടിയൊന്നും ഇല്ല. എടുത്തോ മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ പമ്പിതാ കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. ഇത് ഇവിടുത്തെ സ്ഥിരം പമ്പാന്ന് തോന്നുന്നു. ടൂറിസ്റ്റുകളൊക്കെ വന്ന് പെട്രോൾ അടിക്കണവർ കിട്ടില്ല പമ്പാന്ന് തോന്നുന്നത്. അതിൻ്റെതായിട്ടുള്ളത് ഇപ്പം ഉണ്ടായേക്ക ഇവിടെ പൈമുണ്ട്. നമ്മളെ വണ്ടി ഫുള്ള് കൊയിഞ്ഞാടുണ്ട്. ഫുള്ള് ഒച്ച, എവിടെ ഇറങ്ങിയാലും ഒച്ചോടൊച്ച. പമ്പിൽ എണ്ണ അടിക്കാൻ വന്നാണ് കേട്ടോ. ഭാരത് പെട്രോളത്തിന്റെ പമ്പാണ്. അവിടെ ഒരു ഇവിടെ എത്ര പെട്രോളിന് എന്താ വില അവിടെ? 97 റുപ്യ. 96 അല്ല ഓൻ ബേക്കിലെത്തിയല്ലോ. ഇതെങ്ങനെ ബേക്കിലെത്തി? ആടാ ഞാൻ കൊടുക്കാം. നമ്മ ജിപേ ചെയ്യാം. ഫുള്ളടിച്ചോ. അങ്ങോട്ട് കൊടുത്തൂടെ. അങ്ങോട്ട് ഈ അടിക്കുമ്പോ തന്നെ 100 അടിച്ചോ. 97 റുപ്യ പെട്രോള്. ബാക്കി പിന്നെ നമ്മൾ നോക്കി അടിക്കാം. അതിനെന്താ പമ്പായ എന്താ ഫുള്ള് കോമഡി. വണ്ടി എടുത്ത് പക്ഷെ പെട്രോൾ അടിക്കാനുള്ള സാധനം ഓപ്പണാ വിളിക്കാം. ബുദ്ധിണ്ട്. അതന്നെ അമീർഖാന്റെ ഏതൊരു പടത്തില്. പിന്നെ അമീർഖാൻ ഇരുന്നൊക്കെ പൊളിഞ്ഞു പോയില്ലോടാന്ന് അറിയാം. ഡാൻസിന് ഒരു പണി ഇട്ടിട്ടോ. ഓന് മൂപ്പർക്ക് വീഡിയോ എടുത്ത് കൊടുക്കുകയാണല്ലോ. നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. പിന്നെ ഫ്രണ്ട്സിലേക്കാണ് നമ്മൾ പോണേ.
പിന്നെ മുകളിൽ കയറിയപ്പോ ഒരു മൊട്ടക്കുന്ന് വരുന്നുണ്ട്. ഇപ്പുറത്താണ് ആ കോട്ടൊക്കെ പൊളിഞ്ഞു പോയിക്കണെന്ന് തോന്നുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല പോലത്തെ വ്യൂ ആണെന്ന് എനിക്ക്. ഓ ഹലോ എൻ്റെ മോനെ, ഏതാടെ വ്യൂ നമുക്ക് അവിടെ ഏത് ബീച്ചാ പേരൊന്നും അറിയില്ല, പക്ഷെ കിട്ടില്ല പോലത്തെ ബീച്ച് വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്ത് പബ്ബ് കാര്യങ്ങളാണെന്നാ തോന്നണേ. ബീച്ചിലെല്ലാവരും കുളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. റിസോർട്ട്